നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി എന്തോ കൂടുതൽ ചെയ്യുന്നുണ്ട്. അതാ ഈ കാറ്റും കോളും ഒക്കെ. അമ്മേ, ദൈവമേ, അകത്തേക്ക് വരരുത്. ഞാൻ യാചിക്കുകയാണ്. ഇവിടേക്ക് വരരുത്. വഴി മാറും മണിക്കുട്ട. എനിക്ക് അകത്തേക്ക് പോണം. വഴി മാറാനാ പറഞ്ഞത്. ഞാൻ മാറില്ല. എന്നെ കൊന്നാലും ഞാൻ മാറില്ല. ദേവമ്മ അകത്തേക്ക് പോണ്ട. ഞാൻ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. കാറ്റും കോളും ഒക്കെ പെട്ടെന്ന് മാറിയല്ലോ. ഇനിയിപ്പോ ഗായത്രി ചേച്ചി വന്നു പോയതായിരിക്കോ? പാർവതി, മതി, നിർത്ത് നിന്റെ നാടകം. ഇന്നിനി പൂജ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. നിമിത്തങ്ങളൊന്നും ശുഭകരമല്ല. ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? പൂജിച്ച നിവേദ്യം വിശാല് കഴിച്ചാൽ ഉടനെ തന്നെ ചടങ്ങുകളെല്ലാം അവസാനിക്കും. വിശാൽ ബ്രോ, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിവേദ്യം കഴിക്കാം. വ്രതം അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാ. എന്താ ഇത്? കാഞ്ഞിരക്കുരു കൊണ്ടാണ് ഈ നിവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, ഈ നിവേദ്യം ഉണ്ടാക്കിയത് ആരാണോ അവരുടെ മനസ്സ് പോലെ അശുദ്ധമായതും. പാർവതി, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കായിരുന്നല്ലേ നീ? അല്ല, I hate you. I hate you. I hate you. വിശാൽ സർ, വിശാൽ, വിശാൽ സർ. നിന്നെ ചേച്ചി തിരുമേനി, അതെ, ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നത് പന്തിയല്ല. ചേച്ചി, ഞാൻ ചേച്ചിയോട് 1000 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ കേട്ടില്ല. എന്റെ ചേച്ചി സിറ്റിയില് സുഖമായിട്ട് ജീവിക്കുന്നെന്നാ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു നടന്നിരുന്നത്. അവിടുത്തെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തല്ലും വഴക്കും കേട്ട് നാണം കെട്ട് ജീവിക്കാ ചേച്ചി. എന്തൊരു ജീവിതമാ ചേച്ചി ഇത്. പല്ലവി മോളെ, നീ ഇതൊന്നും നാട്ടി പറയരുത്. നമ്മുടെ അമ്മയും മുത്തശ്ശനും ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്റെ കാര്യം പിടിക്കാം. പറയാൻ മാത്രം നല്ല കാര്യമാണല്ലോ എന്റെ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നടന്നതൊക്കെ നാട്ടി പറഞ്ഞ എന്റെ വില പോകും. മോളെ, ഞാൻ എല്ലാവരുടെ മുമ്പിലും കള്ളിയായാലും എന്റെ ദൈവമേ, അവർക്ക് ബന്ധിക്കാൻ പറ്റിയില്ലല്ലോ. സത്യത്തിൽ എന്താ നടന്നെന്ന് ഞാൻ പറയാം. ഇന്ന് ദേവമ്മ വന്നിരുന്നു. അല്ല, ഗായത്രി അമ്മ വന്നെന്നോ? ആരും അറിഞ്ഞില്ലെന്നല്ലേ എല്ലാരും പറഞ്ഞത്?
ആനന്ദ സ്വാമികളും വന്നില്ലെന്നല്ലേ പറഞ്ഞത്? പാർവതി പോലും വിശാൽ ബ്രോയുടെ തലയിൽ കൈവച്ച് ഗായത്രി അമ്മ വന്നതായി സത്യം ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഗായത്രി അമ്മ വന്നെന്ന് പാർവതി ഇപ്പൊ പറയുന്നത്? മോളെ, നീ പറയുന്നത് സത്യമാണോ? ഗായത്രി അമ്മയെ മോക്ക് കാണാൻ കഴിയോ? പക്ഷേ ഗായത്രി അമ്മയെ ആരും കണ്ടില്ലെന്നല്ലേ ഇവിടെ എല്ലാരും പറഞ്ഞത്? അതെ മുത്തശ്ശ, ദേവമ്മ വന്നിരുന്നു. പക്ഷെ വീടിന്റെ പുറത്ത് മാത്രമേ വന്നുള്ളൂ, അകത്തേക്ക് വന്നില്ല. അകത്ത് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനാ ദേവമ്മയെ അകത്ത് കയറാൻ സമ്മതിക്കാത്തത്. മോളാണോ അവരെ തടഞ്ഞത്? ഗായത്രി അമ്മ വന്നില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ദേവമ്മ അകത്ത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു മുത്തശ്ശ. ആ സ്വാമികൾ ദേവമ്മയെ ബന്ധിക്കുമായിരുന്നു. ഓ, അങ്ങനെ ബന്ധിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ഈ വീട്ടിലുള്ളവർ മരിച്ചവരെ പോലും വെറുതെ വിടില്ല. വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഇങ്ങനെ മനുഷ്യരുണ്ടാവൂ? മോളെ പാർവതി, നീ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേവമ്മ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി സഹായിക്കുന്നതായി ഈ വീട്ടിലെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. ദേവമ്മയെ ബന്ധിച്ച പിന്നെ ഈ വീട്ടിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും. അത് മനസ്സിലാക്കിയവരാ എന്നെ വെച്ച് ദേവമ്മയെ ബന്ധിക്കാൻ പദ്ധതികൾ ഒരുക്കിയത്. അതുകൊണ്ടാ ഞാൻ ഉദയന്നൂരമ്മയുടെ കുങ്കുമം വെച്ച് ഒരു വരയിട്ട് ദേവമ്മയെ തടഞ്ഞത്. അതാണല്ലേ ഞാൻ പുറത്ത് കണ്ട കുങ്കുമപ്പൊടി. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പാർവതി, നീ എത്ര വലിയ ത്യാഗമാ ചെയ്തിരിക്കുന്നേ. നീ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും അപമാനങ്ങൾ സഹിച്ച് പരിഹാസങ്ങളും സഹിച്ച് വേദനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിന്റെ ഭർത്താവ് പോലും ഗായത്രി അമ്മയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാത്തതുകൊണ്ടാ അദ്ദേഹവും നിന്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ന്യായമാണ് മുത്തശ്ശ. പക്ഷെ ഞാൻ ഇത്തവണ വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര ആഗ്രഹിച്ചാലും വിശാൽ സാറിന് മാത്രമല്ല എനിക്കും ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.